Good afternoon, my dear students. Today we are going to discuss a new subject. It teaches you about moral values. It also helps you to understand certain ways and behaviors that you have to follow in order to mingle and to keep your relationship. Okay, children, the subject is moral science. Why moral science is important? Yes, the study of moral science ensures that individuals from a tender age, when their behavior is a shapeable one, so that makes you worthy members of society. It also helps individual to understand good from bad. Okay, children, നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റാണ് മോറൽ സയൻസ്. ഇത് നമ്മളിപ്പോൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ മുതൽക്ക് നമ്മൾ പഠിക്കുന്നതാണ് മോറൽ സയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ടീച്ചേഴ്സ് അബൌട്ട് മോറൽ വാല്യൂസ്. നമുക്ക് മോറൽ വാല്യൂസ്, നല്ല നല്ല കാര്യങ്ങൾ, തെറ്റും ശരിയും വേർതിരിച്ച് മനസ്സിലാക്കാനായിട്ട് നമ്മെ സഹായിക്കുന്ന ഒരു സബ്ജക്റ്റാണ് മോറൽ സയൻസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ട്സിനോടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടും നമ്മുടെ പാരൻസിനോടൊക്കെ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് മനസ്സിലാക്കി തരുന്നതിനാണ് നമ്മൾ മോറൽ സയൻസ് എന്ന സബ്ജക്റ്റ് ഇപ്പോൾ ഈ വർഷം മുതൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ദ ടെക്സ്റ്റ് ബുക്ക് that contains several stories. Okay, the stories tells about moral values. Okay, children, so all of you take your moral science book and open page number 5. Dear children, in page number 5 you can see our first lesson. The name of our first lesson is friendship. Okay, the name of our first lesson is friendship. We all have friends and we love them. Today we are going to discuss a story of friendship. So, dear students, all of you get ready for our today's class. Friendship is a relationship of mutual affection between people. It is a stronger form of interpersonal bond. നമുക്ക് മറ്റൊരു വ്യക്തിയോട് തോന്നുന്ന വാത്സല്യം, സ്നേഹം, അതിനെയാണ് നമ്മൾ അഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അത്തരം ഒരു അഫെക്ഷനാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു വാത്സല്യം അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഓൺലി സിമെന്റ് ദാറ്റ് വിൽ എവർ ഹോൾഡ് ദ വേൾഡ് ടുഗെദർ. എ ട്രൂ ഫ്രണ്ട് ഈസ് സംവൺ ഹു അണ്ടർസ്റ്റാൻഡ് യുവർ പാസ്റ്റ്, believe in your future and accept you just like the way you are. അതായത് ഒരു നല്ലൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ നല്ലൊരു കൂട്ടുകാരി നമുക്ക് എല്ലാവർക്കും ഉള്ളതാണല്ലേ. നമ്മളിപ്പോൾ സ്കൂളുകളിലേക്ക് വരാത്തത് കൊണ്ട് ഒരുപാട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പം നമുക്ക് ആ ഒരു ഫ്രണ്ട്സിനെ നമ്മൾ മിസ് ചെയ്യുമ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ്, അവർക്കാണ് നമ്മളെക്കുറിച്ച് കൂടുതലായിട്ടും അറിയുന്നത് അല്ലേ. എപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കുന്നത് ആരാണ്, നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലേ. നമ്മുടെ പാരൻസ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്നവരാണ് നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി നമുക്ക് വായിക്കാം. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ദ തോട്ട്. ബീയിങ് ഫ്രണ്ട്സ് മീൻസ് ബീയിങ് ദർ ഫോർ ഈച്ച് അതർ അറ്റ് ഓൾ ടൈംസ്, വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്. Being friends means being there for each other at all times, whether it is good or bad. To experience what is friendship, one must have true friends who are indeed a rare treasure. Okay, to experience what is friendship, one must have true friends who are indeed a rare treasure. Here we can see the real meaning of friendship is being together at all times, whether it is good or bad. Okay, to experience, one who experience the real friendship, who are indeed a rare treasure.
ഇവിടെ എന്താണ് പറയുന്നത്? നമ്മളൊരു നല്ല ഫ്രണ്ട് ആവുക അല്ലെങ്കിൽ നമുക്കൊരു നല്ല ഫ്രണ്ട്സ് ആവാൻ സാധിക്കുക എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും തെറ്റ് ഏതാണ് ശരി ഏതാണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നതാണ് അല്ലേ? എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ആ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാകുന്ന പറയുന്നത് നമുക്ക് വലിയൊരു സമ്പാദ്യമാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത്. ഓക്കെ, ദെൻ നൗ വി ആർ ഗോയിങ് ടു റീഡ് സ്റ്റോറി. In this story, we can see there are two characters. One is a pinky fish and the another one is a crab. Okay, in this story, we can see two characters. The first one is a pinky fish and the second one is a crab. Okay, all of you try to read together. Pinky, a fish, lived in the deep blue sea. Pinky, a fish who lived in the deep blue sea. She was very beautiful fish. She was a very beautiful fish. Here we can see one character, a pinky fish. Pinky fish who lived in the deep blue sea. Okay. When the other water animals would say, "Come Pinky, play with us," Pinky would swim away. Okay, whether the other water animals would say, "Come Pinky, play with us," Pinky would swim away. Here we can see one character whose name is Pinky. Okay, Pinky fish. Where did Pinky fish live? Yes, Pinky fish lived in the deep blue sea. She is very beautiful. And when the other water animals would say, "Come Pinky and play with us," what did Pinky? Pinky would swim away. Okay, in this story we can see the first character is a pinky fish who lived in a deep blue sea. And she was very beautiful fish. And she was very proud. When other animals they would say, "Come Pinky and play with us," Pinky would swim away. Okay. One day a crab said to Pinky, "You are very beautiful. Will you be my friend?" One day a crab who said to Pinky, "You are very beautiful. Will you be my friend?" Here we can see the next character. In this story, there are two characters. The first one is a fish. Her name is Pinky. And the second character is a crab. One day a crab said to Pinky, "You are very beautiful and will you be my friend?" At that time, Pinky fish said, "Of course not. You are very ugly, Mr. Crab. How can you be my friend?" Pinky said, "Of course not. You are very ugly, Mr. Crab. How can you be my friend?" What do we understand here? Yes, when a crab asked to Pinky fish become her friend, Pinky fish didn't like it because she was proud in her beauty. What did she say? "You are so ugly, so I can never make you my friend." Okay. So the crab felt very sad. He went away. The crab felt very sad. Then he went away. Okay. What happened to the crab? Yes, the crab felt very sad. Okay. And then he went away. That same day, a big motorboat sailed in the sea. That same day, a big motorboat sailed in the sea. On that day, a big motorboat that sailed in the sea, and it threw a big net in the water. It threw a big net in the water. So, what happened here? Can you imagine?
Yes. Take next page. Pinky, the fish was caught in the net. Pinky, the fish was caught in the net. Help, help, shouted Pinky. Okay, help, shouted Pinky. So the crab heard Pinky's cry. The crab heard Pinky's cry. I must help Pinky, he said. I must help Pinky, he said. He quickly went up to the net and cut it with his sharp claws. Pinky was free. Okay, what happened here? Yes, here we can see when a crab asked to Pinky fish become her friend, Pinky didn't like to become a friend because she was proud in her beauty. At that time, what happened here? On that same day, a big motorboat sailed in the sea and it threw a big net into the water. So, Pinky, the fish, was caught in the net. Okay, Pinky, the fish, was caught in the net and she cried loudly. Okay, she cried loudly, help, help. The crab heard Pinky's cry. Only the crab who heard Pinky's cry. Then what did the crab? The crab said, I must help Pinky. He quickly went up to the net and cut the net with his sharp claws and the Pinky became free. Okay. Pinky was beautiful, Pinky was proud, but she cannot able to escape from the net. At that time, only the crab heard Pinky's cry and the crab, he quickly went up to the net and cut it with his sharp claws and Pinky became free. Okay. Pinky was very ashamed. Pinky was very ashamed. She said sorry to the crab. She said sorry to the crab. They became the best of friends. They became the best of friends. Here we can see the crab helped Pinky from the net. At that time, Pinky was very ashamed. Then she said sorry and they became very good friends. Dear students, here we can see there are two characters, one Pinky fish and one crab. Pinky fish was so beautiful and very proud. Okay, Pinky fish so beautiful and very proud. One day a crab asked to Pinky to become a friend, but Pinky didn't like it because she was proud in her beauty. Then what did she say? Yes, she said, you are so ugly, so I can never make you my friend. So at that time, the crab felt very sad. He went away. On the same day, what happened? Yes, on the same day, a big motorboat sailed in the sea and it threw a big net in the water. Pinky fish was trapped in the net and she cried, help, help. At that time only the crab heard her cry. Then the crab ready to help her and then went into the net and cut it with his sharp claws. And the Pinky became free. Okay. At that time Pinky think about crab and she was very ashamed. She said sorry to the crab and they became very friends. Okay, this is the story. ഒരു ട്രൂ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയുന്ന സ്റ്റോറിയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ സ്റ്റോറിയിൽ രണ്ട് ക്യാരക്ടേഴ്സാണുള്ളത്, ഒരു ഫിഷും ഒരു ക്രാബും. അപ്പോൾ ഈ സ്റ്റോറിയിൽ പറയുന്ന പിങ്കി ഫിഷ്, ആ ഫിഷിൻ്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു? ഫിഷ് എന്ന് പറയുന്നത് അവൾ വളരെ സുന്ദരിയായിരുന്നു. അതിൽ അവൾക്ക് വളരെ അഹങ്കാരം ഉണ്ടായിരുന്നു അല്ലേ. ബാക്കി കൂട്ടുകാരൊക്കെ അവളുടെ അടുത്ത് കൂട്ടുകൂടാനായിട്ട് വരുമ്പോൾ അവൾ ആരെയും കൂട്ടുകൂടാനായിട്ട് അനുവദിക്കാറില്ല. അപ്പോൾ ഒരു ദിവസം ഇവളുടെ അടുത്ത് ആര് വന്നു?
ഒരു ക്രാബ്, ഒരു ഞണ്ട് വന്നിട്ട് പിങ്കി ഫിഷിൻ്റെ അടുത്ത് പറയാണ്, പിങ്കി ഫിഷേ, നിന്നെ എനിക്ക് കൂട്ടുകാരിയാക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ പിങ്കിക്ക് അത് ഇഷ്ടപ്പെട്ടോ? ഇല്ല. പിങ്കി ക്രാബിനെ നോക്കിയിട്ട് പറഞ്ഞു, നിന്നെ കാണാനായിട്ടൊരു ഭംഗിയില്ല, നീ വളരെ മോശമാണ്, അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ ഫ്രണ്ടായിട്ട് സ്വീകരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ക്രാബിന് അത് കേട്ടപ്പോൾ വളരെ സങ്കടമായി. പക്ഷെ ക്രാബ് എന്തെങ്കിലും തിരിച്ചു പറഞ്ഞോ? ഇല്ല. അവൻ സങ്കടപ്പെട്ട് അവൻ ദൂരേക്ക് പോയി. അപ്പോൾ നമ്മുടെ പിങ്കി ഫിഷ് അങ്ങനെ പറഞ്ഞ അന്ന് തന്നെ എന്ത് സംഭവിച്ചെന്നാ പറയുന്നേ? ആ കടലിലേക്ക് ഒരു മോട്ടോർ ബോട്ട് വന്ന് അവിടെ എന്ത് ചെയ്തു? ഒരു വല വിരിച്ചു, അല്ലേ? നമുക്കറിയാം മീനിനെ പിടിക്കാനായിട്ട് നമ്മൾ വല വിരിക്കാറുണ്ട്. അപ്പം അതുപോലെ തന്നെ വല വിരിച്ചു കടലിലേക്ക്. അപ്പം അതിൽ ആര് പെട്ടു എന്നാ പറയുന്നത്? നമ്മുടെ പിങ്കി ഫിഷ് ആ വലയിൽ ട്രാപ്പായിപ്പോയി. അവൾക്ക് അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പറ്റാതെ ഉണ്ടായി. അപ്പോൾ അവളുടെ ഭംഗി കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ? ഇല്ല. അപ്പോൾ അവൾ ഉറക്കെ കരയാനായിട്ട് തുടങ്ങി. അവളെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഉറക്കെ കരഞ്ഞു. അപ്പം മറ്റു കൂട്ടുകാർ ആരും തന്നെ അവളുടെ സങ്കടം കേട്ടില്ല. ആരാണ് കേട്ടത്? ഇവള് കളിയാക്കി വിട്ട ഞണ്ട്, അല്ലേ? ആ ക്രാബ് മാത്രമാണ് പിങ്കി ഫിഷിൻ്റെ ആ ഒരു സങ്കടം കേട്ടത്. അപ്പോൾ ക്രാബ് അവളുടെ അടുത്ത് പിണങ്ങിയിരുന്നോ? നിന്നെ ഞാൻ രക്ഷപ്പെടുത്തില്ല എന്ന് പറഞ്ഞോ? ഇല്ല. ക്രാബ് എന്ത് ചെയ്തു? ക്രാബ് പറഞ്ഞു, ഞാൻ എൻ്റെ പിങ്കി ഫിഷിനെ എന്തായാലും രക്ഷപ്പെടുത്തും. ക്രാബ് എന്ത് ചെയ്തു? ക്രാബ് പെട്ടെന്ന് തന്നെ ആ വലയിലേക്ക് എടുത്തു ചാടിയിട്ട് അവൻ്റെ നല്ല ഷാർപ്പായിട്ടുള്ള ക്ലോസ്, എന്താണ് ഷാർപ്പായിട്ടുള്ള നഖങ്ങൾ, നമുക്കറിയാമല്ലേ ഞണ്ടിന് വളരെ ഷാർപ്പാണ് അതിൻ്റെ നഖങ്ങൾ. അപ്പോൾ ഈ ഞണ്ട് പെട്ടെന്ന് തന്നെ തൻ്റെ പിങ്കി ഫിഷ് തൻ്റെ കൂട്ടുകാരിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ വല എന്ത് ചെയ്തു എന്ന് പറയുന്നത്? കടിച്ചും വലിച്ചും ആ വല പൊട്ടിച്ചെടുത്തു. അങ്ങനെ പിങ്കി ഫിഷിനെ നമ്മുടെ ക്രാബ് രക്ഷപ്പെടുത്തി. അപ്പം ഇത് കണ്ടപ്പോൾ പിങ്കി ഫിഷിന് എന്ത് തോന്നി? അവൾക്ക് സന്തോഷവും സങ്കടവും അതോടൊപ്പം തന്നെ അവൾ പറഞ്ഞത് ഓർത്തിട്ട് അവൾക്ക് ഒരുപാട് വിഷമം തോന്നി. അപ്പം പിങ്കി ഫിഷ് നമ്മുടെ ക്രാബിൻ്റെ അടുത്ത് വന്നിട്ട് സോറി പറഞ്ഞു, അല്ലേ? ഞാൻ നിന്നെ വിഷമിപ്പിച്ചതിന് സോറി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും നല്ല കൂട്ടുകാരായി. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന സ്റ്റോറി. ഹിയർ ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. ദിസ് മീൻസ് എ ഫ്രണ്ട് who will help someone when help is needed is a true friend. Okay, this proverb means that a true friend who always shows up when least expected during the time of need, and also means that a true friend knows our problems without sharing and helps without being asked. അതായത് നമുക്കറിയാം ഇപ്പം ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു സ്റ്റോറിയിൽ ഒരിക്കലും ഇതിലെ ക്യാരക്ടറായ ക്രാബ് എന്ന് പറയുന്നത് ഒരു നല്ലൊരു സുഹൃത്തല്ലെങ്കിൽ അവനൊരിക്കലും നമ്മുടെ ഫിഷിനെ രക്ഷപ്പെടുത്തില്ലായിരുന്നു, അല്ലേ? കാരണം ഫിഷ് ഒരിക്കലും നമ്മുടെ ക്രാബിനെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ക്രാബിനെ അഗ്ലിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഫിഷ് പറഞ്ഞത് ഞാൻ നിൻ്റെ കൂടെ കൂട്ടുകൂടില്ലെന്ന്. പക്ഷെ ക്രാബ് എന്താണ്? ക്രാബ് ശരിക്കും നല്ലൊരു കൂട്ടുകാരനായിരുന്നു. അതുകൊണ്ടാണ് ഫിഷിന് ഒരു അപകടം പറ്റിയപ്പോൾ, ഫിഷ് ആ നെറ്റിൻ്റെ ഉള്ളിൽ ട്രാപ്ഡായി പോയപ്പോൾ നമ്മുടെ ക്രാബ് ഓടി വന്ന് ഫിഷിനെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ ഈ കഥയുടെ ഗുണപാഠം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളെ സഹായിക്കുന്നവരാണ് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത്, അല്ലേ? നമുക്ക് ആവശ്യങ്ങളുണ്ടാകുമ്പോൾ, നമുക്ക് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ആരാണോ രക്ഷപ്പെടുത്തുന്നത് അവരായിരിക്കും നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറയുന്നത്. Okay, then we are going to discuss the rest of the exercise in this lesson. Check your understanding. The first question is, tick the right answer. Tick the right answer. First question, what was the name of the fish? What was the name of the fish? Here we can see there are three options. The first one Tinning, second one Pinky, and the third one is Minnie. Okay, in this story we can see there are two characters. The first one is a fish and the second one is a crab.
And the name of fish is Pingy. Yes, so all of you put a tick mark inside the box. Okay, children. Yes, then the second question is Pingy lived in the deep dash. Pingy lived in the deep. Here again we can see there are three options. First one, Red Sea, Blue Sea and Black Sea. Okay, where did the fish live? Yes, the Pingy fish lived in the deep blue sea. So all of you put a tick mark inside the box. Then the third question is, when the other water animals would say, "Come Pinky, play with us." When the other water animals would say, "Come Pinky, play with us." The first option is Pinky would play with them. The second one is Pinky would swim away. And the third one is none of these. Which one is the correct answer here? Yes, the second one is the correct answer. All of you put a tick mark inside the box. Because when the other water animals would say, "Come Pinky and come play with us," Pinky would swim away. Because Pinky didn't like others. Okay, children. So, the second one, Pinky would swim away, is the right answer. So all of you put a tick mark inside the box. Then the next question is fill in the blanks. Okay, fill in the blanks. The first one, Pinky was dash. Yes, who was Pinky? Pinky was a fish. So all of you write Pinky was fish. F-I-S-H. Pinky was fish. And the second one is a dash sailed in the sea. Okay, a dash sailed in the sea. What is the answer here? Yes, a motorboat sailed in the sea. So all of you write the spelling of motorboat. M-O-T-O-R. Motor boat. B-O-A-T. A motorboat sailed in the sea. Okay, then the third one is dash. The fish was caught in the net. Okay, what's the name of the fish? Yes, Pinky. The fish was caught in the net. So all of you write Pinky. Okay, the spelling of Pinky is P-I-N-K-Y. Pinky. Pinky. The fish was caught in the net. Okay, children. Yes, then the fourth question is the dash heard Pinky's cry. Who heard Pinky's cry? Yes, the crab heard Pinky's cry. So all of you write the spelling of crab. The crab heard Pinky's cry. Okay, then the fifth one is Pinky said dash to the crab. Pinky said dash to the crab. Okay, when the crab heard Pinky's cry, he quickly went up to the net and cut it with his sharp claws. Then Pinky was free. At that time, Pinky was very ashamed and then she said sorry to the crab. So, the answer is sorry. Pinky said sorry to the crab. Okay, the first question is Pinky was a fish. The second one, a motorboat sailed in the sea. And the third one is the name of the fish is Pinky. Pinky, the fish was caught in the net. Then who heard Pinky's cry? Crab heard
Pinky's crying. Then Pinky said sorry to the crab. Okay, children. Then the next one is answer these questions. Okay. Moral science is an oral subject. So we have no notebook. All of you write the answers in your textbook and study well. Okay, children. So the first question is, what did the crab ask Pinky? What did the crab ask Pinky? Yes, what is the answer here? Yes, the crab asked to Pinky, will you be my friend? Okay, crab asked to Pinky. All of you try to write the answer. Crab asked to Pinky. Crab asked to Pinky, what? Will you be my friend? Will you be my friend? F-R-I-E-N-D. Okay, then the next one is, why did the crab feel sad? Why did the crab feel sad? Because Pinky was not ready to be a friend with crab. Okay. So all of you try to write the answer. Pinky was not ready to be friend with crab. So the crab feel sad. Okay, children. So all of you write Pinky was not ready. Pinky was not ready to be a friend with crab. Okay, Pinky was not ready to be a friend with crab. So the crab feel sad. Okay, children. Then take next page. The third question is, how was Pinky caught in the net? How was Pinky caught in the net? Yes, a motorboat that throw a net into the water. Okay, a motorboat throw a net in the water. So all of you write the answer. How was Pinky caught in the net? Yes, a motorboat throw a net in the water. All of you write a motorboat, M-O-T-O-R, a motorboat throw a net. A motorboat throw a net in the water. Okay, in the water. Okay, the answer is a motorboat throw a net in the water. Okay, then the last question is, how did the crab help Pinky? Okay, how did the crab help Pinky? Okay, how did the crab help Pinky? Yes, crab cut the net with his sharp claws. Okay, the crab cut the net with its sharp claws. So all of you write the answer. The crab cut the net
The crab cut the net. How? Yes, the crab cut the net with his sharp claws. With his sharp claws. Okay, children. Yes, how did the crab help Pinky? The answer is the crab cut the net with his sharp claws. Okay, this is our first lesson. So, all of you try to read the lesson. Okay, all of you try to read the lesson and understand the lesson. Then study the question answers. Okay, and send images. Write the question answers in your textbook and send image before next Friday. Okay, children. See you next class. Thank you.